ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിതയും അതേപോലെ തന്നെ മഹേഷും കൂടി ഓരോ കഥകളും പറയുക. ആ സമയത്ത് ഏതായാലും നന്നായി, വളിച്ച കോമഡിയാണല്ലോ കുറേ പറഞ്ഞു കൂട്ടുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ചിപ്പി മോള് എന്തോ വലിയൊരു ഡയലോഗൊക്കെ അടിച്ചെന്നൊക്കെ കേട്ടല്ലോ. അല്ല, അവൾക്ക് ഏതോ ഒരു ഏട്ടനെ വേണമെന്നോ എന്നൊക്കെ പറയുന്നത്. ശരിയാ, ചിപ്പി അങ്ങനെ ഒരു കാര്യം പറഞ്ഞ്. പക്ഷെ എന്ത് ചെയ്യാം, ചിപ്പിക്ക് അങ്ങനെ ഒരു കാര്യം സാധിച്ചു കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. ചിപ്പിക്കൊരു ഏട്ടനെ എന്നൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രലോകത്ത് ഇന്നേ വരെ സാധിക്കാത്തൊരു കാര്യമാണ് ആ ഒരു കാര്യം. എന്തു ചെയ്യാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷ് ആണെങ്കിൽ, അല്ല, ഇനിയിപ്പോൾ ചിപ്പിക്കൊരു ഏട്ടനുണ്ടെങ്കിലോ? ഏട്ടനോ? അതെ, ഒരു ഏട്ടനുണ്ടെങ്കിലോ? അങ്ങനെ ഒരു ഏട്ടനുണ്ടെങ്കിൽ ചിപ്പിയോട് അങ്ങോട്ട് പോകാൻ പറ. എന്താ, അവിഹിതം വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിലോ? അവിഹിതം ഉണ്ടെങ്കിലേ നിങ്ങളും നിങ്ങളുടെ മോളും കൂടി അങ്ങോട്ട് പോയാൽ മതി. മനസ്സിലായോ പറഞ്ഞത്? ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇഷിതയാണെങ്കിൽ ഭയങ്കര അരിശപ്പെട്ട് അവിടെ തന്നെ അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ മഹിയും അതേപോലെ തന്നെ അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോഴേക്കും, അതേ, ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഞാനൊരു കോമഡി പറഞ്ഞതാ. കോമഡി ആയാൽ കൊള്ളാം, അല്ലാതെ ഇതിൽ വല്ല സത്യമായിട്ടുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പിന്നെ ജീവനോടെ കാണില്ല. പറഞ്ഞ മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിതയും അതേപോലെ തന്നെ മഹേഷും കൂടി മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ കിടക്കുക. ആ സമയത്ത് എഗ്രിമെൻ്റ് കാര്യം മറന്നോ? അപ്പോൾ ഇല്ല മറന്നിട്ടില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് കിടന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം നോക്കാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ ദൈവം, എപ്പോഴാണോ ഈ എഗ്രിമെൻ്റ് വെക്കാനായിട്ട് തോന്നിയത് എന്ന് ചിന്തിച്ച് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിൻ്റെ അമ്മയാണ്. അപ്പം മഹേഷിൻ്റെ അമ്മ ഇങ്ങനെ എന്തോ യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് വിനോദ് വിളിക്കുന്നത്. എന്താ മോനെ, നീ എന്താ വിളിച്ചത്? അല്ല, എവിടെ അമ്മ എവിടെയെങ്കിലും യാത്ര പോവുകയാണോ? അതെ, ഞങ്ങളൊരു യാത്ര പോവുകയാണ്. ഏട്ടനുണ്ടോ കൂടെ? ഇല്ല, ഏട്ടനില്ല. ഏട്ടനും ഇഷിതയും വീട്ടിൽ തന്നെയാണ്. അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. അവർക്കും ചില വർക്കുകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാ. നീ വീട്ടിലേക്ക് പോയായിരുന്നോ മോനെ? ഇല്ല അമ്മേ, ഞാൻ വീട്ടിലേക്ക് പോയില്ല. കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുക. അങ്ങനെ മഹേഷ് രാവിലെ തന്നെ എണീറ്റ് ഏതായാലും ഇഷിതയെ ഒന്ന് സന്തോഷിപ്പിക്കാന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു ചായയൊക്കെ ഇടുക. അപ്പോൾ ആ ചായ അങ്ങോട്ട് രുചിച്ച് നോക്കിയപ്പോൾ, അയ്യേ എൻ്റെ ദൈവം, ഇതെന്താണ് കഷായോ? കഴിച്ചിട്ട് രക്ഷയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഏതായാലും നമുക്ക് അമ്മ മഹാറാണിയോട് തന്നെ ചായ ഉണ്ടാക്കാൻ പറഞ്ഞാലോ? അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഹേഷിനൊരു കോള് വരികയാണ്. അപ്പോൾ കോള് കഴിഞ്ഞപ്പോഴേക്കും, ഏതായാലും ഞാൻ ഓഫീസിലേക്ക് വരുന്നില്ല. നമുക്ക് വേണ്ട പ്രൊജക്റ്റുകളെല്ലാം ഇവിടെ തന്നെ തയ്യാറാക്കാം, അതായിരിക്കും നല്ലത്. നീ ഏതായാലും വീട്ടിലേക്ക് വാ, ഇവിടെ അമ്മയും പെങ്ങളൊന്നും ഇല്ല, അവരൊക്കെ പുറത്തേക്ക് പോയിരിക്കുകയാണ്. നീ ഏതായാലും വാ എന്നും പറഞ്ഞുകൊണ്ട് ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുക. അങ്ങനെ മഹേഷ് ആണെങ്കിൽ ഓടി അമ്മയുടെ അടുത്തോട്ട് പോവുക. അമ്മയുടെ അടുത്ത് പോയിട്ട് ഒരു ചായയും കൊണ്ട് വരികയും ചെയ്യാണ്. അങ്ങനെ ഏതായാലും ഇഷിതനെ സന്തോഷപ്പെടുത്തണമല്ലോ, അതിനു വേണ്ടി തന്നെ. ഇതേ സമയം തന്നെ നമ്മുടെ വിനോദിനെ കാണിക്കുകയാണ്. വിനോദാണെങ്കിൽ ഓഫീസിൽ ഇങ്ങനെ ആരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പാർട്ടിക്കാരൻ അങ്ങോട്ട് കയറി വരുന്നത്. സാറേ വന്നിരിക്കും സാറേ. എന്താ വിനോദേ, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? താൻ വേണ്ട വിധത്തിൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഉറപ്പായിട്ടും സാറേ, ഞാൻ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മകള് പറഞ്ഞിട്ടുണ്ട് തന്നെ ഒന്ന് കാണണമെന്ന്. ഏതായാലും നമുക്ക് ഇന്ന് തന്നെ പോയാലോ? തീട്ടുമ്പോഴേക്കും, അയ്യോ സാറേ, ഇന്ന് വേണോ? വേണോന്നേ, അവള് പറഞ്ഞതല്ലേ, അവളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്താൽ തനിക്കും അതിന് പ്രയോജനം ചെയ്യണോ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ വിനോദിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ മഹേഷ് ചായം കൊണ്ട് നേരെ ബെഡ്റൂമിലേക്ക് വന്ന് ഇഷിതയെ വിളിക്കുകയാണ്. ഹലോ, എണീറ്റേ? രാവിലെ ആയോ? പിന്നെ അല്ലാതെ. അല്ല, സമയം എത്രയായി? സമയോ? ഇപ്പം സമയം 9 മണി. എന്താണ്, പോകുന്നില്ല ഡോക്ടർക്ക് ഇന്ന് ക്യാമ്പിലൊക്കെ എന്തൊക്കെ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഓഫാന്നേ. ഓഫാണോ? അല്ല, നിങ്ങളെന്താ പോകാതിരുന്നത്? ഞാനും പോയില്ല. കമ്പനിയുടെ ഓണർ നാളെ വരുന്നുണ്ടത്രേ. അപ്പോൾ ഇവിടെ ഇന്ന് ചില വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാമെന്നൊക്കെ വിചാരിച്ചു, അതുകൊണ്ടാ. ഏതായാലും ഒരു കോഫി കുടിച്ചാട്ടെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിത ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. എന്തെങ്കിലും അന്തം വിട്ട് നോക്കുന്നത്? കോഫി കുടിക്കുന്നതൊക്കെ കൊള്ളാം, ഇനി ഇതേപോലെ ഒരു കോഫി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇട്ട് തരില്ല കേട്ടോ. ഇത് ലാസ്റ്റത്തെ കോഫിയാണ്, പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ഇഷിത ചോദിക്കുക, അത് നിങ്ങൾ തന്നെ ഇട്ടതാണോ ഈ കോഫി? അതെ, പിന്നെ ആരെങ്കിലും ഉണ്ടോ ഇട്ട് തരാനായിട്ട്? ഞാൻ തന്നെ ഇട്ടത്. ഈ കോഫി ഇട്ട് തന്നതും പോരാ, എന്നെ ഭരിപ്പിക്കാനായിട്ട് വരുന്നോ? എന്താ, ഞാൻ അത്രയും മണ്ടനായിട്ടാണോ കരുതിയിരിക്കുന്നത്? ഞാനേ മണ്ടനൊന്നുമല്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ, പറഞ്ഞതെല്ലാം പിൻവലിച്ചു. എങ്കിലത് കുടിക്കുക. അങ്ങനെ നമ്മൾ ഇഷിത ഒരു ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ?
ഇത് അമ്മയുണ്ടാക്കിയ ടേസ്റ്റ് പോലെ ഉണ്ടല്ലോ ചായക്ക്. അമ്മയോ? അമ്മയും പെങ്ങളൊന്നും ഇവിടെ ഇല്ല, എല്ലാവരും പുറത്ത് പോയിരിക്കുകയാണ്. നിങ്ങളുടെ അമ്മയുടെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ എൻ്റെ അമ്മയുടെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ അമ്മ ഇടുന്ന ചായയുടെ അതേ രുചിയാണല്ലോ ഇത്. അതങ്ങനെ വന്നത്? ആഹാ, കൊള്ളാം. കഷ്ടപ്പെട്ട് ഞാനൊരു ചായയും കൊണ്ട് വന്ന ആ ചായ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ എന്നെ കുറ്റം പറയുന്നു അല്ലേ? ഞാൻ ചായ ഇട്ടതല്ലെന്ന് പോലും. ഞാനാണ് ഈ ചായ ഇട്ടത്. ദേ, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, വേണമെങ്കിൽ വിളിച്ച് അമ്മയോട് ചോദിച്ചു നോക്ക്. ശരി, ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത നേരെ അമ്മയെ വിളിക്കുകയാണ്. ഇല്ല അമ്മേ. അയ്യോ, ആണോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടൊക്കെയാണ്. എന്തായി? അമ്മ എന്ത് പറഞ്ഞു? അമ്മ ഒരു ചായ ഇട്ട് കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ ബോധ്യമായല്ലോ, ഇപ്പോൾ തൃപ്തിയായല്ലോ. അപ്പോൾ മഹേഷ് ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, അല്ലെങ്കിൽ അമ്മ എങ്ങനെ പറയും? ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ ഇഷിതയോട് സത്യം തുറന്നു പറയരുതെന്ന്. അപ്പോഴും ഇഷിതയ്ക്ക് ഭയങ്കരമായിട്ട് സംശയം, എന്നാൽ ഇത്രയും ടേസ്റ്റോട് കൂടി തന്നെ ചായ എങ്ങനെ ഇട്ടു? അങ്ങനെ മഹേഷ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയുടെ അനിയത്തിയാണ്. അപ്പോൾ ഇഷിതയുടെ അനിയത്തി അനൂപിനെ വിളിക്കുകയാണ്. ഇത് എവിടെയാണ്? വിളിച്ചാലും എടുക്കൂല, എന്നെ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കാറുമില്ല. പിന്നെ എവിടെയാണ്? ഞാനൊരു തിരക്കിലായി പോയി എൻ്റെ പൊന്നെ, അതുകൊണ്ടല്ലേ. പിന്നെ തിരക്ക് എങ്കിലും ഒരു കാര്യം ചെയ്യ്, തിരക്ക് കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കിയിട്ട് പോവുക. അപ്പോൾ ഇവള് പറയാ, തിരിച്ചെന്നെ വിളിക്കുക വിനോദേ, തിരിച്ചെന്നെ വിളിക്കുക. അങ്ങനെ വിനോദ് തിരിച്ച് വിളിക്കുക. എന്തിനാ വിളിച്ചത്? അല്ല, ബിസിയുള്ള ആളെ ബിസി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയല്ലോ, പിന്നെ എന്തിനിപ്പോൾ എന്നെ ഇപ്പം തന്നെ വിളിക്കുന്നത്? എൻ്റെ ദൈവമേ, ഞാൻ ആ ബിസി അങ്ങോട്ട് മാറ്റി വെച്ചു. എന്താ അതുപോരെ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, നിൻ്റെ ഇതൊക്കെ എപ്പോഴാണ് ഇവിടെ ആൾക്കാരോട് വെളിപ്പെടുത്താനായിട്ട് പോകുന്നത്? നിൻ്റെ ഫാമിലിയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ വിനോദേ. ഇവിടെ ചിലർക്കൊക്കെ താല്പര്യമുണ്ട്, എന്നാലും നീയൊന്നും മനസ്സ് വെച്ചാൽ മാത്രമേ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കുകയുള്ളൂ. ഇത് കേട്ട വിനോദാണെങ്കിൽ അതിനെൻ്റെ ഏട്ടൻ സമ്മതിക്കണം. അങ്ങനൊരു ഏട്ടനുണ്ടോ? അല്ല, നിൻ്റെ ഏട്ടൻ ആരാണ്? അല്ല, ഏട്ടൻ സമ്മതിച്ചില്ലെങ്കിലോ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഏട്ടൻ സമ്മതിച്ചാൽ മാത്രമേ എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയായോ? അങ്ങനെയല്ല, ഏട്ടൻ സമ്മതിക്കില്ല എന്നല്ല, സമ്മതിക്കും. പക്ഷേ അതുവരെയും വെയിറ്റ് ചെയ്തേ മതിയാവുള്ളൂ. ഓക്കെ ആയിക്കോട്ടെ. എൻ്റെ ദൈവമേ, എപ്പോഴാണ് നിൻ്റെ ഏട്ടൻ കല്യാണത്തിന് സമ്മതിക്കാനായിട്ട് പോകുന്നത്? അതുവരെ ഞാൻ കാത്തു നിൽക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ സങ്കടം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ്. എന്നാലും ഇവൾക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ഇഷിത ഇവളെ വിളിക്കുന്നത്. നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാമോ? എന്താ ചേച്ചി? അല്ല, ചുമ്മാ നീ ഒന്നും ഇങ്ങോട്ട് വാ. എവിടെയുള്ളത്? ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട്, നീ ഇങ്ങോട്ട് കയറി വാന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. ഇതേ സമയം തന്നെ നമ്മുടെ മഹേഷ് ആണെങ്കിൽ അടുക്കളയിൽ കയറി നിൽക്കുകയാണ്. എന്താണ് ഇന്ന് ചേച്ചിയുടെ പാചകമാണെന്ന് തോന്നുന്നല്ലോ. എന്നെ ഒന്ന് വെറുതെ വിടുന്നേ. ഇന്ന് ഞാൻ ഞാനുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചെന്ന് തൃപ്തിപ്പെടും മാഷേ എന്നും പറഞ്ഞുകൊണ്ട് ഇഷ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഒരു കോളിംഗ് ബെല്ല് കേൾക്കുകയാണ്. അത് നമ്മുടെ ഇഷിതയുടെ അനിയത്തിയായിരുന്നു. അപ്പോൾ ഇഷിതയുടെ അനിയത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. എങ്കിൽ പിന്നെ നിനക്ക് ഞാനൊരു ജോലി തരാം എന്ന് മഹേഷ് പറയുക. ഈ ടേബിളൊക്കെ നന്നായിട്ടൊന്ന് ക്ലീനാക്ക്, എനിക്ക് അത്യാവശ്യമുണ്ട്, ക്ലീനാക്കാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട്. ചേച്ചി, ഞാൻ ചേച്ചിയുടെ ഒപ്പം അടുക്കളയിൽ കയറട്ടെ? മിണ്ടി പോകരുത്, എൻ്റെ ഒപ്പം അടുക്കളയിൽ നിന്നും കയറേണ്ട കാര്യമില്ല. നീയേ ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ചെയ്യാതെ നോക്ക്. അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇഷിത പറയുക, അതെ, ഇന്നൊരു വലിയൊരു സംഭവം ഉണ്ടായി. കാലത്ത് തന്നെ എനിക്ക് കോഫിയായിട്ട് വരുന്നു. അടിപൊളി കോഫിയടി. നമ്മുടെ അമ്മ ഉണ്ടാക്കുന്നില്ലേ കോഫിയുടെ അതേ രുചി. ഇത് കിട്ടുന്നപ്പോഴേക്കും അമ്മ ഉണ്ടാക്കുന്ന കോഫിയുടെ അതേ രുചിയാണോ ചേച്ചി? അതേന്നേ, അതേ രുചി. ഞാൻ ഞെട്ടിപ്പോയി. അത് ഞെട്ടാനൊന്നുമില്ല. പിന്നെ ഇളയമ്മ കോഫി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇളയമ്മയുടെ കോഫിയുടെ രുചിയല്ലേ വരുള്ളൂ. നീ എന്താ പറഞ്ഞത്? അതേന്നേ, വീട്ടിലേക്ക് രാവിലെ വന്നിട്ട് അമ്മ ഉണ്ടാക്കുക കോഫി എടുത്തോണ്ടാ ചേച്ചിയുടെ മുന്നിലേക്ക് വന്നത് മഹേഷ് ഏട്ടൻ. അപ്പം അങ്ങനെയാണല്ലേ കളികളൊക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ വീണ്ടും മഹേഷ് വരികയാണ്. ഇതെന്താ നീ ഇതൊന്നും ക്ലീൻ ആക്കില്ല? അയ്യോ സോറി, ഞാനിപ്പോൾ തന്നെ ക്ലീൻ ആക്കിക്കോളാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണവിടെ ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിത വീണ്ടും സംസാരിക്കുകയാണ്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒരു കോഫി ഉണ്ടാക്കി തരാമോ? കോഫി ഞാനെന്തിനാണ് ഉണ്ടാക്കണത്? നിനക്ക് കൈയുണ്ടല്ലോ, നീ ഉണ്ടാക്കി കുടിച്ചൂടെ? അതല്ല, രാവിലെ എനിക്കൊരു കോഫി ആയിട്ട് വന്നില്ലേ, അതേ കോഫി തന്നെ എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഇത് കേട്ടാ മഹേഷ് ഒന്നും ഞെട്ടിപ്പോയി. അപ്പോൾ മഹേഷ് പറയണം, എനിക്ക് ആ കോഫി ഒന്നും ഉണ്ടാക്കി തരാൻ പറ്റില്ല. അതെന്തുകൊണ്ട് ഉണ്ടാക്കി തരാൻ പറ്റാത്തത്? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. മനസ്സിലായി. ഇനി അമ്മയുടെ മുന്നിലേക്ക് പോയി എങ്ങനെയാണ് ഒരു കോഫിയും കൂടി ഉണ്ടാക്കി തരാൻ പറയുന്നത് എന്നാലോചിച്ചിട്ടായിരിക്കും.
ആ കള്ളങ്ങളെല്ലാം പിടികൂടിയേ, എന്തൊക്കെയായിരുന്നു ഇവരുടെ ഡയലോഗ്. ഹോ, അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മുന്നിലേക്ക് കോഫി കൊണ്ടുവന്നത്. അപ്പോൾ ഇഷിതയുടെ ആ സംസാരം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ആകെ നാണം കെട്ടൊരവസ്ഥയിലായി പോകുക. അപ്പോഴാണ് ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. അങ്ങനെ ഇഷിതയുടെ അനിയത്തി ചെന്ന് ആ ഡോറ് തുറക്കുക. ഡോറ് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവനെ കണ്ട് ആകെ ഞെട്ടിപ്പോയൊരവസ്ഥ നിൽക്കുകയാണ് നമ്മുടെ അനിയത്തി. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.